ജയറാമിന്റെയും പാർവതിയുടെയും അപൂർവ പ്രണയകഥ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. തന്റെ ആദ്യ സിനിമയെ അപരനിൽ നിന്ന് സഹോദരിയായി എത്തുന്നത് പാർവതിയാണെന്നറിഞ്ഞപ്പോൾ ജയറാം എന്ന പുതുമുഖം കുറച്ചൊന്നുമല്ല വിഷമിച്ചത്. കാരണം ആദ്യമായി കാണുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ അന്നത്തെ പ്രശസ്ത നായികയോട് നടന് കടുത്ത പ്രണയമായിരുന്നു. അധികം വൈകാതെ ജയറാം വിലപിടിപ്പുള്ള താരമാകുകയും പാർവതിയുടെ നായകനായി ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. അധികം വൈകാതെ ജയറാമും പാർവതിയും പ്രണയത്തിലായി. അത് ഇരുവരും ഒന്നിക്കുന്ന സിനിമാ സെറ്റുകളുടെ പരസ്യമായ രഹസ്യമായി. വളരെയേറെ എതിർപ്പുകൾ നടിയുടെ വീട്ടുകാരിൽ പ്രത്യേകിച്ച് അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു. പിന്നീട് ആ അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട മരുമകനായി ജയറാം മാറുകയും ചെയ്തു. മുമ്പൊരിക്കൽ കൈരളി ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ച് ജയറാം വെളിപ്പെടുത്തിയിരുന്നു. ജേർണലിസ്റ്റും എംപിയും ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടിയായി അല്പം മർമ്മം കലർത്തിയാണ് പ്രശസ്ത താരം ആ വെളിപ്പെടുത്തൽ നടത്തിയത്. വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തിലായിരിക്കാം ജയറാം പറയുക എന്ന് പ്രതീക്ഷിക്കുന്ന അവതാരകൻ ബ്രിട്ടാസിനെയും പ്രേക്ഷകരും ഒരുപോലെ ചിരിപ്പിച്ചു നടന്റെ മറുപടി. പാർവതിക്ക് തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇടയ്ക്കൊക്കെ ഒന്ന് വെറ്റില മുറുക്കണം എന്ന് നടിയുടെ തോന്നലാണെന്ന് ജയറാം പറഞ്ഞു. തന്റെ ഭാര്യയ്ക്ക് ഈ സ്വഭാവം കിട്ടിയത് അവരുടെ അമ്മയിൽ നിന്നാണെന്നും അത് മക്കളായ കണ്ണനും ചക്കയ്ക്കും ഒരിക്കലും കിട്ടരുത് എന്ന് താൻ ആഗ്രഹിച്ചുവെന്നും പ്രശസ്ത താരം ചിരിയോടെ വെളിപ്പെടുത്തി. വല്ലപ്പോഴും അശ്വതിയുടെ അമ്മ മുറുക്കും. വല്ലപ്പോഴുമേ ഉള്ളൂ. ഒളിച്ചിരുന്നാണ് മുറുക്കുക. അപ്പോൾ ഇടയ്ക്ക് പാർവതി ചോദിക്കും, "ഒന്ന് മുറുക്കിക്കോട്ടെ" എന്ന്. വലിയ കല്യാണത്തിനോ മറ്റോ പോകുമ്പോൾ എന്നെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, "ഒരു വെറ്റില എടുത്ത് തരുമോ" എന്ന്. അപ്പോൾ ഞാൻ പറയും, "ഇത് വൃത്തികേടാണ്. ഈ സാധനം എടുക്കല്ലേ" എന്ന്. അപ്പോൾ പാർവതി, "അയ്യോ ഒരെണ്ണം മാത്രം" എന്ന് പറയും. "അയ്യോ അത് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. ആണ്ടിൽ ഒരു 5 പ്രാവശ്യമോ 10 പ്രാവശ്യം എന്ന് വേണമെങ്കിൽ പറയാം." അങ്ങനെ ഇടയ്ക്ക് മുറുക്കും. അപ്പോൾ ഞാൻ പറയും പിള്ളേരോട്, "ഇത്തരമൊരു വൃത്തികെട്ട സ്വഭാവമാണ് പകർത്തതെന്ന്" ജയറാം വെളിപ്പെടുത്തി. ഇന്ന് വിവാഹിതരായി 33 തികയുമ്പോൾ മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളുടെ പട്ടിക പേര് നേടിക്കഴിഞ്ഞു ജയറാമും പാർവതിയും. മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും തമിഴിലും തെലുങ്കിലും ചില മികച്ച സിനിമകളുമായി തിരക്കിലാണ് ജയറാം ഇപ്പോൾ. പാർവതിയാട്ടെ തന്റെ നൃത്തപരിപാടികളുടെ തിരക്കിലും. ഇരുവരുടെ മകൻ കാളിദാസ് ജയറാം അടുത്തിടെ മോഡൽ താരിണി കലേങ്കി വിവാഹം കഴിച്ചു. മകൾ മാളവിക കഴിഞ്ഞ വർഷമാണ് നവനീത് ഗിരീഷ് എന്ന UK ബ്രോഡർ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വിവാഹം കഴിച്ചതും.